ഇന്ന് നമുക്ക് രേഷ്മിക കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ദ ഗേൾ ഫ്രണ്ട് എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കോളേജിൽ പഠിക്കുന്ന നായികയെ ദേവി അതേ കോളേജിൽ പഠിക്കുന്ന വിക്രം എന്ന പയ്യനുമായി പ്രണയത്തിലാകുന്നു. എന്നാൽ പതിയെ പതിയെ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നും ദേവിക്ക് മനസ്സിലായി. പക്ഷെ അവൾക്ക് അതിൽ നിന്നും പുറത്തു വരുവാനേ സാധിക്കുന്നില്ല. പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കഥാനായികയെ ദേവിയാണ് കാണിക്കുന്നത്. ദേവിയുടെ അമ്മ കുഞ്ഞിലെ മരിച്ചതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ അവളെ ഒരുപാട് ഓമനിച്ചാണ് വളർത്തിയതും. ദേവിക്ക് കഥ എഴുതുന്നതും ബുക്ക് വായിക്കുന്നതുമൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ആർട്സ് കോളേജിൽ ചേരുവാനായും എത്തിയിരിക്കുന്നു. എന്നാൽ ആ കോളേജിൽ സീനിയേഴ്സ് ആണെങ്കിൽ ജൂനിയർ പിള്ളേരെ എല്ലാവരെയും റാഗ് ചെയ്യുകയാണ്. അവിടെയാണ് കഥാനായകനായ വിക്രമിനെ കാണിക്കുന്നതും. വിക്രമും ജൂനിയർ ആയതുകൊണ്ട് തന്നെ സീനിയേഴ്സ് അവനെ റാഗ് ചെയ്യും. നീ എന്തെങ്കിലും പെർഫോം ചെയ്യുവാനായി പറയുമ്പോഴോ വിക്രമാണെങ്കിൽ നല്ല രീതിയിൽ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകും. എന്നാൽ വിക്രമിന്റെ ഡാൻസ് കാണുന്ന അവിടെയുണ്ടായിരുന്ന ദുർഗ എന്ന പെൺകുട്ടി അവന്റെ ഡാൻസ് കണ്ട് ഇംപ്രസ് ആവുകയാണ്. അന്നു മുതൽ ദുർഗയും വിക്രമും നല്ല ഫ്രണ്ട്സ് ആകുന്നു. മറ്റൊരു വശത്ത് ദേവിയെ കാണിക്കുകയാണ്. ദേവിക്ക് കോളേജിൽ നല്ല രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടും. അങ്ങനെ ദേവിയുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഏകദേശം ഒരു വർഷം കടന്നുപോയി. ഒരു ദിവസം ദുർഗ വിക്രമിനെ വിളിച്ചിട്ട് തന്നെ ഒന്ന് മൂവി കാണുവാൻ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. എന്നാൽ വിക്രം കൂട്ടുകാർക്കൊപ്പം സിനിമയ്ക്ക് പോയത് കൊണ്ട് തന്നെ ദുർഗയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നതും. സത്യത്തിൽ ഈ ദുർഗയ്ക്ക് വിക്രമിനോട് പ്രണയമാണ്. എന്നാൽ വിക്രമാണെങ്കിലോ അവളെ ജസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടിരിക്കുന്നതും. അവൻ അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലും വിക്രമിനെ സ്വന്തമാക്കുക എന്നത് മാത്രമായിരുന്നു ദുർഗയുടെ ലക്ഷ്യവും. മറ്റൊരു വശത്ത് ദേവിയും കൂട്ടുകാരിയെ അർഷിതയും കാണിക്കുന്നു. രണ്ടുപേരും ഹോസ്റ്റലിലേക്ക് വരുന്ന സമയം. എന്നാൽ അർഷിത ഓടിച്ചിരുന്ന സ്കൂട്ടിയാണെങ്കിലോ റോങ് സൈഡ് വന്നതുകൊണ്ട് ആക്സിഡന്റ് ആകുന്നു. ആ കാർ ഓടിച്ചിരുന്ന ആൾ പുറത്തു വന്ന് രണ്ടുപേരെയും ഒരുപാട് വഴക്ക് പറയും. അതൊക്കെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ദേവിയും കൂട്ടുകാരിയുമായ അർഷിതയും. അതേ സമയമായിരുന്നു കൂട്ടുകാർക്കൊപ്പം സിനിമയ്ക്ക് പോയിട്ട് വിക്രം തിരികെ വരുന്നതും. വിക്രം ദേവിയും അർഷിതയും കാണുന്നു. തന്റെ കോളേജിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ വിക്രം അവിടേക്ക് വന്നിട്ട് ആ പ്രശ്നത്തിൽ ഇടപെടുന്നു. സത്യത്തിൽ അർഷിത റോങ് സൈഡായിട്ട് സ്കൂട്ടി ഓടിച്ചത് കൊണ്ടുണ്ടായ ആക്സിഡന്റ് ആണ്. എന്നാലും വിക്രമാണെങ്കിലോ കാർ ഓടിച്ചവനെ തല്ലിയിട്ട് അവനെ കൊണ്ട് ദേവിയോടും അർഷിതയോടും മാപ്പ് പറയിക്കുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ്. ദേവിയും അർഷിതയും വിക്രമിന് നന്ദി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. എന്നാൽ അടുത്ത ദിവസം വിക്രമിനെ പോലീസുകാർ തല്ലിച്ചതച്ചാണ് ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കുന്നതും. കാരണം എന്തെന്നാൽ തലേ ദിവസം ഒരു കാറുകാരനുമായിട്ട് വിക്രം പ്രശ്നമുണ്ടാക്കി ആ കാറുകാരനെ കൊണ്ട് ദേവിയോടും അർഷിതയോടും മാപ്പ് പറയിച്ചില്ലേ, ആ കാറുകാരൻ ഒരു പോലീസുകാരനായിരുന്നു. അങ്ങനെയാണ് പോലീസുകാർ വിക്രമിനെ പിടിച്ചുകൊണ്ടുപോയി തല്ലിച്ചതച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നതും. വിവരമറിഞ്ഞ ദേവി വിക്രമിനെ കാണുവാനായും എത്തും. വിക്രമിന്റെ അവസ്ഥ കണ്ട് ദേവിക്ക് ഒരുപാട് സഹതാപം തോന്നുന്നു. അതുകൊണ്ട് തന്നെ വിക്രമിന്റെ കൂടെ നിന്ന് അവനെ നന്നായിട്ട് ദേവി നോക്കുകയും ഒക്കെ ചെയ്യുന്നു. ദേവി ഒരുപാട് വിക്രമിനെ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വിക്രമിന് ദേവിയോട് പ്രണയം തോന്നും. അങ്ങനെ ദേവിയെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ വിക്രം ചെയ്യുന്നു. ദേവിക്ക് അത്യാവശ്യമുള്ള ഒരു ബുക്ക് ലൈബ്രറിയിൽ ഉണ്ടെന്നറിഞ്ഞ വിക്രം ആ ബുക്ക് എടുത്തു വെക്കുകയാണ്. ലൈബ്രറിയിലെത്തിയ ദേവി ആ ബുക്ക് ആരുടെ കയ്യിലിരിക്കുന്നുവെന്ന് തിരക്കുമ്പോൾ വിക്രമിന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കിയ ദേവി ഉടനെ തന്നെ വിക്രമിനെ കാണുവാനായും എത്തി. അന്ന് ആ ഒരു സംഭവത്തിന് ശേഷം ഇപ്പോഴാണ് ദേവിയും വിക്രമും പിന്നെ ഒന്ന് സംസാരിക്കുവാനായും തുടങ്ങുന്നതും. അതുകൊണ്ട് തന്നെ വിക്രമിന് ഒരുപാട് സന്തോഷമായി. ബുക്കിന്റെ കാര്യം ചൊല്ലി രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. പിന്നീട് എല്ലാ ദിവസവും അവർ കാണുവാനും സംസാരിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിക്രം തന്റെ ഹോസ്റ്റൽ റൂമിലേക്ക് ദേവിയെ മൂവി കാണുവാനായും ക്ഷണിക്കുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. അവൻ എന്തായാലും തന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ടൊന്ന് പോയേക്കാമെന്ന് കരുതി വിക്രമിന്റെ റൂമിലേക്ക് പോവുകയാണ് ദേവി. അവിടെ ഇരുന്ന് രണ്ടുപേരും സിനിമ കാണുകയും ദേവി വല്ലാതെ ഇമോഷണൽ ആവുകയും ഒക്കെ ചെയ്തു. പോകുവാനായി ഇറങ്ങുന്ന സമയം ദേവി ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവളെ വന്ന് വിക്രം കിസ് ചെയ്യുകയാണ്. അടുത്ത ദിവസം ഈ ഒരു കാര്യം കോളേജ് മുഴുവൻ അറിയും. കോളേജിലേക്ക് എത്തുന്ന ദേവിയോട് ഓരോ കുട്ടികളായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ദേവി, നിന്നെ വിക്രം കിസ് ചെയ്തെന്ന് കേട്ടല്ലോ, അപ്പോൾ നിനക്കും ബോയ് ഫ്രണ്ട് ആയല്ലേ, കൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയും. ദേവിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എന്നാൽ അവൾക്കടുത്തേക്ക് എത്തിയ വിക്രം വീണ്ടും അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളെ കിസ് ചെയ്തിട്ട് അവളെ ഇഷ്ടമാണെന്ന് പ്രപ്പോസും ചെയ്തിട്ട് പോകുന്നു. ദേവിക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ദുർഗ അറിയുകയാണ്. ദുർഗ ഉടനെ തന്നെ വിക്രമിനടുത്തെത്തിയിട്ട്, നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ, നിനക്ക് എന്തുകൊണ്ടാ ദേവിയോട് പ്രണയം തോന്നിയത്, ഞാനും നിന്നെ നല്ലോണമല്ലേ സ്നേഹിച്ചതെന്ന് ചോദിക്കും. എന്നാൽ വിക്രം പറയുന്നത്, ദേ നോക്കു ദുർഗ,
എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടാ കണ്ടത്. പക്ഷേ ദേവിയോട് എനിക്ക് അങ്ങനെയല്ല. അവൾ എന്നെ നന്നായിട്ട് കെയർ ചെയ്തു. അന്നു മുതൽ എനിക്ക് അവളോട് പ്രണയമാ. നിന്നോട് എനിക്ക് ആ ഒരുവിധ ഫീലിങ്സ് ഒന്നും തോന്നിയിട്ടില്ല എന്നും വിക്രം പറയുന്നു. എന്നാൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ദുർഗയാണെങ്കിൽ വിക്രമിനെ കിസ് ചെയ്യുവാനേയും പോകും. പക്ഷേ വിക്രമാണെങ്കിലും അവളെ തള്ളി മാറ്റുകയാണ് ചെയ്തതും. അവൻ അവിടെ നിന്ന് പോകുമെങ്കിലും ദുർഗയ്ക്കാണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന വാശി തന്നെയാണ്. വിക്രമും ദേവിയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതൊന്നും ദുർഗയ്ക്ക് ഇഷ്ടമാകുന്നതേയില്ല. ഒരു ജലസ് ഫീലോട് കൂടിയാണ് അവരെ രണ്ടുപേരെയും ദുർഗ നോക്കുന്നതും. രണ്ടുപേരും ഉടനെ തന്നെ ബ്രേക്കപ്പ് ആകും. ആ സമയത്ത് വിക്രമിനെ സ്വന്തമാകാമെന്നാണ് ദുർഗ കരുതിയിരിക്കുന്നതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വിക്രമും ദേവിയും സിനിമയ്ക്ക് പോകുന്നു, പാർക്കിൽ പോകുന്നു, അങ്ങനെ ഓരോ സ്ഥലത്തും അവർ കറങ്ങാൻ പോകുന്നു. കോളേജിൽ തന്നെ നല്ല കപ്പിൾസായാണ് അവർ നടക്കുന്നതും. മാത്രവുമല്ല അവൾക്കവൻ കിസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ദുർഗയ്ക്ക് അതൊന്നും സഹിക്കാനേ കഴിയുന്നില്ല. എന്നാൽ ഒരു ദിവസം വിക്രം ദേവിയെ കിസ് ചെയ്യുന്നത് വിനയ് എന്ന പയ്യൻ കാണുന്നു. ഈ വിനയ് ദേവിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവൻ ദേവിയെ പ്രണയിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയും അവളോട് തുറന്നു പറഞ്ഞിട്ടേയില്ല. തുറന്നു പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കായി പോകുമോ എന്നാണ് വിനയുടെ പേടി. അതുകൊണ്ടാണ് അവൻ പറയാതിരുന്നതും. എന്നാൽ ദേ ഇപ്പോൾ വിക്രം ഗോളടിച്ചിരിക്കുകയാണല്ലോ. വിനയ്ക്കാണെങ്കിൽ വിക്രം ദേവിയെ കിസ് ചെയ്യുന്നതൊന്നും ഇഷ്ടമാകുന്നതേയില്ല. അവൻ അതുകൊണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. വിനയ്ക്ക് ദേവിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം വിക്രം അറിയുകയാണ്. അതുകൊണ്ട് തന്നെ വിക്രമിന് വിനയോട് വല്ലാത്ത ദേഷ്യം വരും. വിനയുടെ കാര്യം പറഞ്ഞ ദേവി വിനയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ ഇഷ്ടമായിരുന്നുവെങ്കിൽ നീ എന്താടാ നേരത്തെ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് വിനയ് പറയുന്നത്, നീ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ടാ. അതെങ്ങനെയെങ്കിലും ബ്രേക്ക് ആകണ്ട എന്ന് കരുതിയാണ് ഞാനത് പറയാതിരുന്നത്. പോട്ടെ, സാരമില്ല എന്നും വിനയ് പറയുന്നു. വിനയോട് ദേവി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു വിക്രം അവിടേക്ക് വന്ന് ദേവിയുടെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചവളെ നിൽക്കുന്നതും. എന്നാൽ അത് വിനയ്ക്ക് ഇഷ്ടമാകുന്നതേയില്ല. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. വിക്രം അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് ദേവിക്ക് മനസ്സിലായി. വിനയ് പോയ ഉടനെ തന്നെ ദേവിയോട് വിക്രം പറയുന്നുണ്ട്, ദേ നോക്ക് ദേവി, ഈ ബോയ്സിനെ കുറിച്ചൊന്നും നിനക്ക് അധികം അറിയത്തില്ല. അവന്മാര് നമ്മളോട് കൂട്ടുകൂടുന്നത് എന്ത് കണ്ടിട്ടാണെന്നും നിനക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. അതുകൊണ്ട് ഈ വിനയുമായിട്ടൊന്നും നീ കൂട്ടുകൂടണ്ട. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിപ്പിക്കണമെന്നും വിക്രം പറയുന്നു. പക്ഷെ ദേവി പറയുന്നത്, നീ കരുതും പോലെ ഒന്നുമല്ല. അവൻ എന്റെ നല്ലൊരു ഫ്രണ്ടാ. അവൻ എന്നെ അങ്ങനെയാണ് കാണുന്നതെന്നും ദേവി പറയുന്നു. എന്നാൽ വിക്രമിന് ദേവിയെയും വിനയെയും എങ്ങനെയെങ്കിലും പിരിക്കണമെന്ന വാശിയായി. അതുകൊണ്ട് തന്നെ വിനയെ കാണാനെത്തിയ വിക്രമാണെങ്കിൽ അവനെ ഒരുപാട് തല്ലുകയും, ഇനി മേലാൽ ദേവിക്കൊപ്പം നിന്നെ കാണരുത്, ദേവിയുമായിട്ടുള്ള എല്ലാ ഫ്രണ്ട്ഷിപ്പും നീ ഇവിടെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിക്രമാണെങ്കിൽ വിനയെ അടിക്കുന്നതും. അത് കണ്ടുകൊണ്ട് ദേവി ഓടിവരും. വിക്രമിനെ പിടിച്ചു മാറ്റിയിട്ട് വിനയോട് അവൾ മാപ്പ് പറയുന്നു. എന്നാൽ വിനയ്ക്കതൊന്നും താങ്ങാനായി കഴിഞ്ഞില്ല. അന്നു മുതൽ ദേവിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവൻ ബ്രേക്ക് ചെയ്തു. എന്നാൽ വിക്രമാണെങ്കിൽ ദേവിക്കടുത്തെത്തി അവളെ കെട്ടിപ്പിടിച്ച് അവളെ ഒന്ന് കിസ് ചെയ്തിട്ട് വിനയെ തല്ലിയതിന് മാപ്പും പറയുന്നു. അവൻ പോണെങ്കിൽ പോട്ടെ എന്ന ഭാവമായിരുന്നു വിക്രമിന്. പക്ഷേ വിനയ് ദേവിയുമായിട്ട് മിണ്ടാതായത് മുതൽ ദേവി വല്ലാതെ അപ്സെറ്റ് ആവുകയാണ്. ദേവിയുടെ അച്ഛൻ ഫോൺ വിളിച്ചിട്ട്, എന്താ കോളേജിൽ പോയതിനു ശേഷം കുറച്ചു നാളുകളായി എന്നെ ഇപ്പോൾ നീ വിളിക്കുന്നില്ലല്ലോ, എന്താ എന്നെ മറന്നുപോയോ എന്ന് ചോദിക്കും. എന്നാൽ ദേവി പറയുന്നത്, അയ്യോ അല്ലച്ചാ, ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ ബിസിയായി പോയതാ, വേറൊന്നും കൊണ്ടല്ല എന്നും അച്ഛനോട് പറയുന്നു. വിക്രമിനെ പ്രണയിച്ചത് മുതൽ ദേവിയുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അത് അവൾക്കും മനസ്സിലാകുന്നുമുണ്ട്. അത് കാരണം സങ്കടപ്പെട്ട് ദേവി തിയേറ്റർ ക്ലബിൽ വന്നിരിക്കുകയാണ്. ദേവിക്ക് ഒരു ക്യാരക്ടർ പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ദേവിക്ക് വല്ലാത്ത സ്റ്റേജ് ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ അവൾ പെർഫോം ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണ്. എന്നാൽ അതേ തിയേറ്റർ ക്ലബിൽ തന്നെയായിരുന്നു ദുർഗയും ഉണ്ടായിരുന്നത്. ദുർഗ പെർഫോം ചെയ്യുന്നത് ദേവി കാണും. ദേവിക്ക് ദുർഗയുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടമായി. ദുർഗയ്ക്കടുത്തെത്തിയ ദേവി, എനിക്കൊന്ന് പെർഫോം ചെയ്യാനായിട്ട് പറഞ്ഞു തരുമോ, ആക്ടിംഗ് ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നു. ദുർഗയും അതിന് സമ്മതിക്കും. അന്നു മുതൽ ദുർഗയും ദേവിയും നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ദേവിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ദുർഗയായിരുന്നു. ഒരു ദിവസം വിക്രം അത് കണ്ടുകൊണ്ടുവരും. വിക്രം ഉടനെ തന്നെ ദേവിയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടു പോവുകയാണ്. പക്ഷേ ദുർഗയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമൊന്നും വിക്രം ദേവിയോട് പറഞ്ഞിട്ടേയില്ല. ദുർഗയോട് അവൾ വീണ്ടും മിണ്ടുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുർഗയുടെ സഹായത്തോടു കൂടി അവൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുകയാണ്. അവളുടെ ആക്ടിംഗ് കണ്ട് സ്റ്റേജിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിക്കുകയും അവളുടെ സൗന്ദര്യം കണ്ട് സ്റ്റേജിലുണ്ടായിരുന്ന ഒരുപാട് ആൺപിള്ളേർ വിസിലടിക്കുകയും അവളെ പുകഴ്ത്തി പറയുകയും ഒക്കെ ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന വിക്രമിന് അതൊന്നും ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല.
പക്ഷേ ദേവി അത്രയ്ക്ക് ഹാപ്പിയായിരുന്നു. അവൾ ആഗ്രഹിച്ചിരുന്ന അംഗീകാരമാണ് അവൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതും. എന്നാൽ മറ്റുള്ള ആൺപിള്ളേരൊന്നും ദേവിയെ നോക്കുന്നത് ഇഷ്ടമാകാത്ത വിക്രം അവളെ ദൂരെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് അവളോട് പറയുന്നത്, ദേ നോക്ക് ദേവി, എനിക്കിതൊന്നും ഇഷ്ടമാകുന്നില്ല. അവിടെ ഇരുന്ന ഒരുപാട് ആൺപിള്ളേരും നിന്നെ ആ സൈറ്റ് അടിച്ചുകൊണ്ടിരുന്നത്. നീ ടൈറ്റായിട്ടുള്ള ഡ്രസ് ഇട്ടത് കൊണ്ടാ അവന്മാർ നിന്നെയൊക്കെ അങ്ങനെ നോക്കിയത്. നിനക്ക് ഈ ആൺപിള്ളേരെ കാര്യം അറിയത്തില്ല, അതുകൊണ്ടാ നീ അതൊന്നും മനസ്സിലാക്കാത്തത്. എനിക്കിതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി നീ അങ്ങനെ സ്റ്റേജിൽ കയറി പെർഫോം ഒന്നും ചെയ്യണ്ട എന്നും ദേവിയോട് പറയുന്നു. അത് കേട്ട് ദേവിക്ക് ഒരുപാട് സങ്കടമാകും. അവൾ ആഗ്രഹിച്ചിരുന്ന കാര്യമാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നതും. പക്ഷെ വിക്രമാണെങ്കിൽ അത് വേണ്ടെന്നും പറയുന്നു. വിക്രമിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ദേവി അത് ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അടുത്ത ദിവസം ദുർഗ ദേവിയും കൂട്ടി പുറത്തേക്ക് പോകും. രണ്ടുപേരും കുട്ടികളെ പോലെ ഒരുപാട് ഗെയിംസ് ഒക്കെ കളിക്കുന്നു. അങ്ങനെ അവർ റെസ്റ്റ് എടുക്കുന്ന സമയം ദുർഗ ദേവിയോട് ചോദിക്കും, നീയും വിക്രമും പ്രണയത്തിലല്ലേ? നീ വിക്രമുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദേവി പറയും, അതെ, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷേ അവൻ കുറച്ച് കുട്ടികളെ പോലെയാ, പിടിവാശിയൊക്കെ കൂടുതലാ. അവന്റെ റൂമൊക്കെ ഡെയിലി ഞാനാ ക്ലീൻ ചെയ്യുന്നത്. അവൻ എന്നും ആഹാരമൊക്കെ വാരി കൊടുക്കുന്നത് ഞാനാ അവന്റെ ഓരോ കാര്യങ്ങളും നോക്കുന്നത്. അവനങ്ങനെ ചെറിയ ചെറിയ പിടിവാശിയൊക്കെ ഉണ്ട്, അല്ലാതെ ഞാൻ അവനോടൊപ്പം ഹാപ്പിയാണെന്ന് പറയും. എന്നാൽ ദുർഗ പറയുന്നത്, സത്യത്തിൽ വിക്രമിനെ ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ പ്രണയിക്കുക. അത് അവനും അറിയാം. ഞാൻ അവനെ ഒരിക്കൽ കിസ് ചെയ്യുവാനേയും പോയി. പക്ഷെ ആ സമയം അവൻ നീയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അങ്ങനെ അവൻ എന്നെ തള്ളി മാറ്റിക്കളഞ്ഞു പോവുകയാണ് ചെയ്തത്. നീയും അവനും ഇത്രയും അഗാധമായിട്ടുള്ള പ്രണയമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നീയുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് വെക്കില്ലായിരുന്നു. സത്യത്തിൽ അവൻ നിന്നെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കാരണം നീ അവന്റെ അമ്മയെ പോലെയാ, അമ്മ ചെയ്യും പോലെയാ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ടാ അവൻ നിന്നെ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യവും ദുർഗ പറയുന്നു. ദുർഗ പറയുന്നത് കേട്ട് ദേവിക്ക് വല്ലാതെ ദേഷ്യം വരും. കാരണം ദുർഗയെ വിക്രമിന് അറിയാമെന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടില്ലല്ലോ. ആ ഒരു ദേഷ്യത്തിൽ ദേവി അവിടെ നിന്നും നേരെ വിക്രമിനെ കാണുവാനേയും പോകും. എന്നാൽ വിക്രമാണെങ്കിൽ ദേവിയോട് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. 2 മണിക്കൂർ ദേവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ക്യാൻറ്റീനിലിരിക്കുക. എന്നാൽ ദേവിയാണെങ്കിൽ ദുർഗയ്ക്കൊപ്പം കറങ്ങാനും പോയിരിക്കുന്നു. ദേവിയെ വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കാത്തതിന്റെ ദേഷ്യത്തിലിരിക്കുകയായിരുന്നു വിക്രം. എന്നാൽ അതേ സമയത്തായിരുന്നു ദേവി അവനടുത്തേക്ക് വന്നതും. ദേവിയെ കണ്ടതും അവന്റെ മനസ്സിലുള്ള ദേഷ്യമൊന്നും കാണിക്കാതെ അവളോട് നല്ല സ്നേഹത്തിൽ തന്നെ പെരുമാറും. അതുകൊണ്ട് തന്നെ ദേവിക്കും അവളുടെ മനസ്സിലുള്ള ദേഷ്യമൊക്കെ പോയി വിക്രമിനോട് അവളും സ്നേഹത്തോടെ പെരുമാറുന്നു. ക്യാൻറ്റീനിൽ നിന്നും വിക്രം ദേവിയെ ബൈക്കിലിരുത്തി കോളേജിന് പുറത്തേക്ക് പോകും. എവിടേക്കാ നമ്മളിപ്പോൾ പോകുന്നതെന്ന് ദേവി ചോദിക്കുമ്പോൾ, നിന്നെ എനിക്ക് എന്റെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കണം, അതിനു വേണ്ടിയിട്ടാ കൊണ്ടുപോകുന്നതെന്ന് പറയും. അത് കേട്ടതും ദേവി വല്ലാതെ ടെൻഷനാകും. കാരണം കോളേജിന് പുറത്തേക്ക് എപ്പോൾ പോകുമ്പോഴും അവൾ അച്ഛനോട് പറഞ്ഞിട്ടാണ് പോകുന്നതും. അതുകൊണ്ട് തന്നെ അച്ഛനെ വിളിച്ചിട്ട്, അച്ഛാ ഞാൻ എങ്ങും പോകുന്നില്ല, ഹോസ്റ്റലിൽ തന്നെ ഉണ്ടെന്ന് കള്ളം പറഞ്ഞിട്ട് വിക്രമിനൊപ്പം അവൾ വിക്രമിന്റെ വീട്ടിലേക്കും പോകുന്നു. വിക്രമിന്റെ വീട്ടിലെത്തുന്ന സമയത്ത് അമ്മ ദേവിയും വിക്രമിനെയും കണ്ടപ്പോഴും വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല. ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നു. ദേവിയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും അമ്മ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അത് കാണുന്ന ദേവി, എന്താ അമ്മ ഇങ്ങനെ, ആരോടും മിണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വലിയ സ്ട്രിക്റ്റ് ആയിരുന്നു. അന്നു മുതൽ അമ്മ ഇങ്ങനെ സൈലന്റ് ആയിപ്പോയി. അച്ഛൻ മരിച്ചതിന് ശേഷവും അമ്മ അതുപോലെ തന്നെ തുടർന്നു പോവുകയാണ്. അല്ലാതെ അമ്മയ്ക്ക് നിന്നോടൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്റെ അമ്മയെ പോലെ തന്നെ ആയിരിക്കണം നീയും. അച്ഛനെ അമ്മ നല്ലോണം തന്നെ നോക്കി. അതുപോലെ നീയും നമ്മുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ലോണം നോക്കണം. എന്നെയും നീ നന്നായിട്ട് നോക്കി വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും വിക്രം അവളോട് പറയുന്നു. ദേവിയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എത്ര തന്നെ വിക്രമിന് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നാലും ദേവി വിക്രമിനെ കുറിച്ച് ചിന്തിക്കുവാനായും ആരംഭിക്കുന്നു. അവളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്ന സംശയം അവൾക്കുണ്ടാകുന്നു. കാരണം അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും അവളെ ചെയ്യുവാനായിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവന്റെ ഇഷ്ടങ്ങൾക്കൊത്താണ് അവളെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അവളുടെ ഇഷ്ടങ്ങൾക്ക് അവനൊരു പരിഗണന പോലും കൊടുക്കുന്നതേയില്ല. ഏകദേശം ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു അവസ്ഥയാണ് അവൾക്ക്. മാത്രമല്ല അവളെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെയൊക്കെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നതും. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീടിന് പുറത്തേക്കേ പോകരുത്, വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ നിൽക്കണം എന്നാണല്ലോ അവൻ പറഞ്ഞിരിക്കുന്നതും. അത്രയും നാൾ ഫ്രീഡത്തോടു കൂടി ജീവിച്ച പെൺകുട്ടിക്ക് പെട്ടെന്ന് ഫ്രീഡമൊക്കെ പോകുന്നല്ലോ, താൻ വിവാഹം കഴിഞ്ഞാൽ ഒട്ടും ഫ്രീഡമില്ലാതെ ആകുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത വന്ന് അവൾക്ക് വല്ലാതെ വീർപ്പ് മുട്ടുവാനായും തുടങ്ങി. വിക്രമുമായി പ്രണയത്തിലായതിൽ പിന്നെ ദേവി ഒരു റൂമിനുള്ളിൽ പൂട്ടിയിട്ടതുപോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നതും. ഇതെല്ലാം മനസ്സിലുണ്ടായിരുന്നിട്ടും അടുത്ത ദിവസം വിക്രമിനെ കാണുവാനായിട്ട് ദേവി പറയുന്നത്, നമുക്ക് ഈ പ്രണയത്തിലൊന്ന് ബ്രേക്ക് എടുത്താലോ എന്ന് ചോദിക്കുന്നു. അതെന്തിനാ നീ ബ്രേക്ക് എടുക്കുന്നത്, ഇപ്പോൾ അതിന്റെ ആവശ്യം എന്താ എന്ന് വിക്രം ചോദിക്കും. താൻ അത്രയും ആ ഒരു റിലേഷൻഷിപ്പിൽ ശ്വാസം മുട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ദേവി പറയുന്നില്ല. എക്സാം ഒക്കെ വരികയല്ലേ,
അതുകൊണ്ടൊന്ന് ബ്രേക്ക് എടുക്കാമെന്നും അവൾ പറയുന്നു. പക്ഷേ വിക്രം അത് കേൾക്കുവാൻ കൂട്ടാക്കുന്നില്ല. അതൊന്നും വേണ്ട, എന്നുമുള്ളത് എങ്ങനെയാണ് അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവന്റെ ഇഷ്ടം പോലെ തന്നെ അവളെ സിനിമയ്ക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു, അവളെ ഒരു പാർക്കിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. അതൊക്കെ തന്നെയാണ് വിക്രം ചെയ്യുന്നതും. വിക്രമുമായുള്ള പ്രണയത്തിൽ ദേവി വല്ലാതെ വീർപ്പുമുട്ടുവാനായും തുടങ്ങി. പ്രണയമെന്ന പേരിൽ ഒരു തടങ്കലിലടച്ച ഫീലാണ് ദേവിക്ക്. അതൊന്നും വിക്രം മനസ്സിലാക്കുന്നതേയില്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം വിക്രം ദേവിയുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. ഇന്റിമേറ്റ് ആകുവാനായും അവൻ ശ്രമിക്കുന്നു. ഒരു ദിവസം ദേവിയെ കാണുവാൻ വേണ്ടിയിട്ട് അച്ഛൻ ഹോസ്റ്റലിലേക്ക് വരും. ദേവിയുടെ റൂം തുറക്കുന്ന സമയത്ത് വിക്രമിനെയാണ് അച്ഛൻ കാണുന്നത്. അച്ഛൻ മാറി ബോയ്സിന്റെ റൂമിലെത്തി എന്ന് തെറ്റിദ്ധരിച്ച് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു ആ റൂമിൽ ദേവിയും കാണുന്നത്. അത് കണ്ട് അച്ഛന് വല്ലാതെ ദേഷ്യം വരികയും വിക്രമിനെ ഒരുപാട് വഴക്ക് പറയുകയും തല്ലുവാനായി പോവുകയും ചെയ്യുന്നു. എന്നാൽ വിക്രം പറയുന്നത്, എന്തിനാ ഞങ്ങളുമായി പ്രശ്നമുണ്ടാക്കുന്നത്? ഞാൻ ദേവിയുമായി പ്രണയത്തില, അവളും എന്നെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും അച്ഛനോട് വിക്രം പറയുന്നു. ദേ നോക്ക്, ഞങ്ങളുടെ ഇടയിൽ വരരുത്, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ വിരട്ടുകയാണ് വിക്രം ചെയ്യുന്നതും. അച്ഛന് വല്ലാതെ ദേഷ്യം വരികയും വിക്രമിനെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് നേരെ പോകുന്നത് പ്രിൻസിപ്പാളിനെ കാണുവാൻ വേണ്ടിയിട്ടാ. എന്റെ മകളെ ഞാനിവിടെ പഠിപ്പിക്കാൻ അയച്ചത്, എന്നാൽ അവളും ഒരു പയ്യനും കൂടി ഒരു റൂമിലിരിക്കുന്നു. ഈ കോളേജിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. എന്റെ മകൾക്ക് TC വേണമെന്നും അച്ഛനാണെങ്കിൽ പ്രിൻസിപ്പാളിനോട് പറയും. എന്നാൽ അത് കേട്ട് പ്രിൻസിപ്പാൾ പറയുന്നത്, ദേ നോക്ക്, നിങ്ങളുടെ മകൾ ചെറിയ കുട്ടിയൊന്നുമല്ല, അവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. അവർക്ക് എങ്ങനെ ജീവിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും അറിയാവുന്നവരാണ്. അവർ രണ്ടുപേരും പ്രണയത്തില. പിന്നെ നിങ്ങളുടെ മകളെ ഇപ്പൊ TC തന്ന് അവളുടെ ഭാവി കളയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം പ്രിൻസിപ്പാൾ പറയുന്നു. അത് കേട്ട് അച്ഛന് വല്ലാതെ ദേഷ്യം വരും. ദേവിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് അച്ഛൻ ശ്രമിക്കും. പക്ഷെ ദേവിയാണെങ്കിൽ അച്ഛനൊപ്പം പോകുവാനായിട്ട് കൂട്ടാക്കുന്നതേയില്ല. എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ആക്കി ലൈഫ് സ്പോയിലാകാതെ സെറ്റിൽ ആക്കണം എന്നാണ് ദേവി കരുതുന്നതും. അതുകൊണ്ട് തന്നെയാണ് അവൾ അച്ഛനൊപ്പം പോകാൻ കൂട്ടാക്കാത്തത്. അച്ഛനോട് കരഞ്ഞ് കാലു പിടിക്കും. എന്നാൽ അച്ഛനാണെങ്കിലോ അവൾക്കിട്ട് ഒരെണ്ണം കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും. അമ്മയില്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് മകളെ കുറിച്ച് കാണാൻ പാടില്ലാത്ത രീതിയിലാണല്ലോ അച്ഛൻ കണ്ടിരിക്കുന്നതും. അതച്ഛന് സഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ദേവിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച മട്ടിലാണ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നതും. അത് കഴിഞ്ഞ് വിക്രമാണെങ്കിൽ തന്റെ അമ്മയെ കാണുവാനായിട്ട് അവനും നാട്ടിലേക്ക് പോയി. അതോടുകൂടി ദേവി ഒറ്റയ്ക്കായി. അവൾ എത്ര തന്നെ അച്ഛനെ ഫോൺ വിളിച്ചിട്ടും അച്ഛൻ എടുക്കുന്നതേയില്ല. അവളുടെ കോൾ അച്ഛൻ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നതും. ദേവിക്ക് ഒരുപാട് സങ്കടമാകും. അടുത്ത ദിവസം ദേവിയെ പ്രിൻസിപ്പാൾ കാണുകയാണ്. പ്രിൻസിപ്പാൾ കുറച്ചു കാര്യം ദേവിയോട് പറയുന്നു. കാരണം ദേവി പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ. ദേവിയോട് പറയും, നിന്റെ അച്ഛൻ കുറച്ച് പൊസസീവ് ആണെന്നാ തോന്നുന്നത്. കുഞ്ഞുനാൾ മുതൽ അച്ഛൻ നിന്നെ വളർത്തിയത് കൊണ്ട് തന്നെ നീ അച്ഛന്റെ കൺട്രോളിലാണ് വളർന്നതും. എന്നാൽ നീ ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് നിന്റേതായിട്ടുള്ള ഫ്രീഡവും നിന്റേതായിട്ടുള്ള സന്തോഷവും ഉണ്ട്. നിന്റെ ലൈഫിൽ ആരെ സ്വീകരിക്കണമെന്നും ആരെ സ്വീകരിക്കേണ്ട എന്നും തീരുമാനിക്കാനുള്ള അവകാശം നിനക്ക് മാത്രമാണ്. നിന്റെ ജീവിതമാണ്. അത് നീ മറ്റാർക്കും വേണ്ടി പാടിക്കളയരുത് എന്നുള്ള കാര്യവും പ്രിൻസിപ്പാൾ പറയുന്നു. ദേവി പ്രിൻസിപ്പാൾ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ചിന്തിക്കും. അതേ സമയമായിരുന്നു വീട്ടിൽ പോയിട്ട് വിക്രം തിരിച്ചു വരുന്നതും. ദേവിയുടെ അടുത്തെത്തിയ വിക്രം പറയുന്നുണ്ട്, ഞാൻ നാട്ടിൽ പോയിട്ട് സ്വാമിയെ കണ്ടിരുന്നു. നല്ലൊരു മുഹൂർത്തവും എടുത്തിട്ടുണ്ട്. നമുക്ക് സ്വാമി പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് വിവാഹം കഴിക്കാം. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അമ്മയോടൊപ്പം വീട്ടിൽ തന്നെ നിൽക്കാം. നീ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അമ്മയോടൊപ്പം നീ സന്തോഷമായിട്ട് നിൽക്ക്. അപ്പോൾ നിന്റെ അച്ഛൻ വന്ന് നിന്നെ ഒന്നും പറയില്ലല്ലോ എന്നാണ് വിക്രം പറയുന്നതും. വിക്രം പറയുന്നത് കേട്ട് ദേവി വല്ലാതെ ടെൻഷനാകുന്നു. നീ എന്താ പറയുന്നത്? വിവാഹത്തിന് ഡേറ്റ് എടുത്തെന്നോ? എന്തിനാ നീ ഇപ്പോൾ അത്യാവശ്യപ്പെട്ട് വിവാഹത്തിന് ഡേറ്റ് എടുത്തിരിക്കുന്നത്? ഡിഗ്രി പോലും ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല എന്ന് പറയും. അത് കേട്ട് വിക്രം പറയുന്നതോ, ഈ ലിറ്ററേച്ചർ എടുത്തിട്ട് നീ എന്ത് സാധിക്കാനാ എന്ന് അവളെ വല്ലാതെ താഴ്ത്തിയാണ് സംസാരിക്കുന്നതും. അത് കേട്ട് ദേവിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. ദേവി പറയുന്നത്, നിനക്ക് 9 അരിയേഴ്സ് ഉണ്ട്. നീ എന്നാ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്? അല്ല, എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം. നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നിന്നോടൊപ്പം ഹാപ്പി ആയിരുന്നോ അല്ലയോ എന്ന്? സത്യത്തിൽ ഞാൻ നിന്നോടൊപ്പം ഹാപ്പിയല്ല. ഞാൻ നിന്നെ പ്രണയിച്ചിട്ടുമില്ല. അന്ന് നീ എന്നെ കിസ് ചെയ്തു. പക്ഷേ അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു. ഞാനും അത് പ്രതീക്ഷിച്ചതല്ല. പിന്നെ പോകുന്ന വഴിയിൽ പോട്ടെ എന്ന് ഞാനങ്ങ് കരുതി. എന്നാൽ സത്യത്തിൽ ഞാൻ നിന്നോടൊപ്പം ഹാപ്പിയല്ലായിരുന്നു. നീ അതൊന്ന് മനസ്സിലാക്ക് എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നതും. ദേവി പറയുന്നതെല്ലാം കേട്ട് വിക്രം ഞെട്ടിപ്പോകും. അപ്പോൾ ഇത്രയും നാൾ നീ എന്നോട് കാണിച്ചത്, എന്നോടൊപ്പം നീ നടന്നതെല്ലാം വെറുതെയായിരുന്നോ? നീ എന്നെ പ്രണയിക്കാതെയാണോ നീ ഇത്രയും നാൾ എന്നോട് പെരുമാറിയതും? അപ്പോൾ നീ എല്ലാം അഭിനയിക്കുകയായിരുന്നല്ലേ? എല്ലാ പെണ്ണുങ്ങളെയും പോലെ നീ എന്നെ തേക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ച്
കരഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. റൂമിലെത്തിയ വിക്രമാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ അലറുകയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എറിഞ്ഞുടക്കുകയും ചെയ്തു. വിക്രമിനെ തടുത്തു നിർത്തിയ കൂട്ടുകാർ ചോദിക്കുന്നത്, ഈ ലോകത്ത് ദേവി മാത്രമേ ഉള്ളോടാ പെണ്ണ്, വേറെ എത്രയോ പെൺകുട്ടികൾ നിനക്ക് കിട്ടും, നീ ആഗ്രഹിക്കും പോലുള്ള പെൺകുട്ടികൾ കിട്ടും, അവളെ നീ വിട്ടുകളയെന്നും കൂട്ടുകാർ ഉപദേശിക്കും. കൂട്ടുകാരുടെ ഉപദേശങ്ങളെല്ലാം കേട്ടുകൊണ്ട് വിക്രം പതിയെ പതിയെ മനസ്സിൽ നിന്നും ദേവിയെ പടിയിറക്കുകയാണ്. മാത്രവുമല്ല, ദേവിയോടുള്ള ദേഷ്യം അവൻ മനസ്സിൽ വളർത്തിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ദേവി കോളേജിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ വിക്രമും കൂട്ടുകാരും അവളെ തടഞ്ഞു നിർത്തും. അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു. എന്നിട്ട് വിക്രം ദേവിയോട് പറയുന്നത്, നീ എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? നീ എന്നെ തേച്ചിട്ട് വേറൊരുത്തനെ കെട്ടി സമാധാനമായിട്ട് ജീവിക്കാമെന്ന് കരുതിയോ? ഒരിക്കലും നിന്നെ ഞാൻ വിടില്ല. നീ ആരെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാലും അവനെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന ദിവസം തന്നെ നിന്റെ എന്റെയും ഫോട്ടോ ഞാൻ അടിച്ചിറക്കി എല്ലാവരെയും കാണിക്കും. നീ എവിടെ ജോലി ചെയ്യാൻ പോയാലും അവിടെ നിന്റെ എന്റെയും ഫോട്ടോ ഞാൻ ഫ്ലാഷ് ആക്കും. നീ എങ്ങനെ ജീവിക്കാൻ ശ്രമിച്ചാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ എന്റെയും ഫോട്ടോ ഞാൻ എല്ലാവരെയും അറിയിച്ച് നീ എന്നെ തേച്ച കഥ എല്ലാവരെയും അറിയിക്കുമെന്നുള്ള രീതിയിൽ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരുന്നു. മാത്രവുമല്ല, ദേവിയെക്കുറിച്ച് മോശമായിട്ട് കോളേജിൽ എല്ലാവരോടും പറയുമെന്നും അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് കാരണം വിക്രമിനെ പേടിച്ച് ദേവി പൊട്ടിക്കരയുകയാണ്. സങ്കടത്തോടെയാണ് അവൾ കോളേജിലേക്ക് എത്തുന്നതും. ക്ലാസ് കഴിഞ്ഞിട്ടും ഹോസ്റ്റലിലേക്ക് തിരികെ പോകുവാനായിട്ട് ദേവിക്ക് വല്ലാത്ത പേടിയായിരുന്നു. പ്രിൻസിപ്പാളിനെ കണ്ട് അവൾ വിക്രമിന്റെ കാര്യമൊക്കെ പറയുന്നു. തന്നെ എങ്ങനെയെങ്കിലും ഹോസ്റ്റൽ വരെ ഒന്ന് കൊണ്ടുവിട്ട് തരുമോ എന്ന് പ്രിൻസിപ്പാളിനോട് ചോദിക്കും. ദേവി ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള പെൺകുട്ടിയായതുകൊണ്ട് തന്നെ ദേവിയെ മനസ്സിലാക്കിയ പ്രിൻസിപ്പാൾ അവളെ നേരെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കും. എന്നാൽ ഹോസ്റ്റലിലെത്തിയ ദേവിയെ എല്ലാവരും ഒരു വ്യത്യസ്തമായിട്ടാണ് നോക്കുന്നതും. ദേവിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതേയില്ല. ദേവി അവളുടെ റൂമിന് മുന്നിലേക്ക് എത്തിയപ്പോൾ അവൾ കാണുന്ന കാഴ്ച ഡോറിലായിട്ട് ദേവിയുടെ ബോഡി പാർട്സിനെ കുറിച്ചൊക്കെ മോശമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. മാത്രമല്ല, തന്റെ കൂടെ ഒരു രാത്രി കിടന്നതിന് അവൾ 10,000 രൂപ വാങ്ങി എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതും. ദേവി വിക്രമിന്റെ ടൈം പാസിന് പ്രണയിച്ചുവെന്ന് കരുതിക്കൊണ്ടാണ് അവൻ ഇത്രയും കാട്ടിക്കൂട്ടിയിരിക്കുന്നതും. ദേവി റൂമിനകത്തേക്ക് കയറിയിട്ട് അവിടെ ഇരുന്നവൾ പൊട്ടി കരയുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞ് ദുർഗ ദേവിയുടെ റൂമിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ റൂമിന്റെ ഡോറിൽ ഒട്ടിച്ചു വെച്ചിരുന്ന പാവയൊക്കെ ഇളക്കി കളഞ്ഞിട്ട് ഡോറും ക്ലീൻ ചെയ്ത് ദേവിയുടെ അടുത്തെത്തി ദേവി ഒരുപാട് സമാധാനിപ്പിക്കും. ആ സമയത്ത് ദേവിക്ക് ഏറ്റവും ആശ്വാസമായി വന്നത് ദുർഗ മാത്രമായിരുന്നു. സങ്കടം താങ്ങാനാകാത്ത ദേവി അച്ഛനെ ഒരുപാട് തവണ കോൾ ചെയ്യും. പക്ഷേ അച്ഛനാണെങ്കിൽ അവളുടെ കോൾ എടുക്കുന്നതേയില്ല. അവസാനം അച്ഛൻ കോൾ എടുക്കും. ദേവി അച്ഛനോട് ഒരുപാട് മാപ്പ് പറയുന്നു. എന്നാൽ അച്ഛൻ പറയുന്നത്, നിന്നെപ്പോലൊരു മകൾ എനിക്കില്ല, നീ എന്റെ മകളെയല്ല, നീ മരിച്ചു പോയിട്ട് നിന്റെ അമ്മ ജീവിച്ചിരുന്നാൽ മതിയായിരുന്നുവെന്നും അച്ഛൻ പറയുന്നു. അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ട് ദേവിക്ക് അത് താങ്ങാനായില്ല. അത്രയും നാൾ ദേവി തന്റെ മനസ്സിൽ അടക്കി ഒതുക്കി വെച്ചിരുന്ന സങ്കടങ്ങളെല്ലാം പൊട്ടുകയാണ്. അവളൊരു ഭ്രാന്തിയെ പോലെ അലറിക്കരയുന്നു. അന്നേ ദിവസം കോളേജിൽ ഫെയർവെല്ലായിരുന്നു. എന്തായാലും വിക്രം ദേവിയെക്കുറിച്ച് മോശമായിട്ട് പറയുമെന്ന് അവൾക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഫെയർവെൽ നടക്കുന്ന സമയത്ത് അവൾ സ്റ്റേജിലേക്ക് വന്നിട്ട് എത്ര തവണ വിക്രമിനെ കിസ് ചെയ്തുവെന്നും അവനോടൊപ്പം എവിടെയൊക്കെ കറങ്ങാൻ പോയി അവനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറയുന്നു. മാത്രവുമല്ല, താൻ എന്തായാലും നല്ലൊരു പയ്യനെ കണ്ടെത്തി, അതും അവളെ സ്നേഹിക്കുന്ന, അവളെ മനസ്സിലാക്കുന്ന ഒരു പയ്യനെ കണ്ടെത്തി അവൾ അവനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമെന്നും ദേവി പബ്ലിക്കായിട്ട് പറയുന്നു. അതെല്ലാം വിക്രം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. വിക്രമിനും ദേവി പറയുന്നതൊക്കെ കേട്ടിട്ട് അവനും അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ദേവിയാണെങ്കിൽ ഇപ്പോൾ അവളുടെ സമനില തെറ്റി നിൽക്കുകയായിരുന്നല്ലോ. ദേവി ഒരു ഭ്രാന്തിയെ പോലെ അവിടെയുണ്ടായിരുന്ന ഗിത്താർ എടുത്തുകൊണ്ടുവന്ന് വിക്രമിന്റെ തലയിൽ അടിക്കുവാനായും പോകും. എന്നാൽ ദേവിയുടെ മനസ്സിൽ അവനോട് ചെറിയൊരു സ്നേഹം ബാക്കിയുള്ളത് കൊണ്ട് തന്നെ അവനെ ഒന്നും ചെയ്യാതെ അവൾ ആ ഗിത്താറും അവിടെ കളഞ്ഞിട്ട് കോളേജിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്തതും. അതെല്ലാം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദുർഗ. കാരണം ദുർഗയ്ക്ക് വിക്രമിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ദേവിക്ക് ചേർന്നൊരു പയ്യനല്ല വിക്രം എന്നുള്ള കാര്യം ദുർഗ മുൻപേ ദേവിയോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ദുർഗയ്ക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഒരു വലിയ കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ്. അവൾ ഇപ്പോൾ ലൈഫിൽ നല്ല ഹാപ്പിയാണ്. ദേവി പുതിയൊരു കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അച്ഛനെ അവൾ നന്നായിട്ട് നോക്കുകയാണ്. ദേവി ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ ബന്ധനങ്ങളുടെയും ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു ജീവിതം നയിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.